പോകുന്നത് ശ്രീ ആയൂർ ബിജു ഇപിയുടെ ന്യായീകരണമാണ് അതിവിചിത്രമായിരിക്കുന്നത്. ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ പോകുന്നു. അത് പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി, ജനങ്ങളുടെ മുന്നിലല്ല അത് പറയേണ്ടത്. ശ്രീ ആയൂർ ബിജു, ഞാൻ അതിന് മുന്നേ വരാം. അതിന് തൊട്ട് മുന്നേ ബഹുമാനായ ഷാബു പ്രസാദ് കേരളത്തിലെ ജനങ്ങളെ വിളിച്ചൊരു പേരുണ്ട്. അത് ബഹുമാനായ മഞ്ജുഷ കേട്ടില്ല. നിങ്ങളുടെ പാർട്ടി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കാണുന്ന രീതിയിലല്ല പറഞ്ഞത്. ചോദ്യം ചെയ്യാൻ പാർട്ടി ജനങ്ങളെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്. അതിൽ പിടിച്ച് ചർച്ച വഴിതെറ്റിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. അത് അദ്ദേഹം കൃത്യമായി റെഫർ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. കൃത്യമായ സൂചന നൽകിയിട്ട് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. കേരളത്തിലെ ജനങ്ങളോടുള്ള നിലപാട് അതായതുകൊണ്ടാണ് ഇതുപോലെയുള്ള വൃത്തികേട്. അതോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ കഴുതകൾ എന്നാണ് അദ്ദേഹം അടുത്ത സെഷനിൽ പറഞ്ഞു പറയും. താങ്കൾ വിഷയത്തിൽ താങ്കൾ മറുപടി പറയൂ. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ ബിജു. ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ. വിഷയം ഒഴിപ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ വരാം. ഇനി രണ്ട്, ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചില രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി. എല്ലാ നിയമപരമായ നിർദ്ദേശങ്ങളും പാലിച്ച് നിയമപരമായ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ളത്. അവിടെ ഒന്നുമില്ല. ആരോട് പറഞ്ഞില്ലെന്നാണ് ഷാബു പ്രസാദിനെയും അല്ലെങ്കിൽ ഹരിദാസിനെയും വിളിച്ച് പറയണമോ? ഇന്ന് എല്ലാ ദിവസവും കള്ളം മാത്രം അടിച്ചുവിടുന്ന മലയാള മനോരമ പത്രം അടിച്ചു വന്നിട്ടുണ്ട്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന രാജ്യങ്ങൾ സന്ദർശിക്കുന്നുവെന്ന്. ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന, ഒരു സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ആരും ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അല്ലല്ല, മുഖ്യമന്ത്രി പോവുകയാണെങ്കിൽ അത് ഈ ഒഫീഷ്യൽ വിസിറ്റിന് മാത്രമേ ഓഫീസിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കുകയുള്ളൂ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു റിലീസ് ഇല്ല എന്ന്. അല്ലല്ല, പത്രങ്ങൾ അടിച്ചതിനെ താങ്കൾ പറയേണ്ട. അല്ലല്ല, അത് ചോർത്തി അടിച്ചതാണ്. അതിനുള്ള വിവരങ്ങൾ കിട്ടുവാനുള്ള ആർജവം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കുണ്ട്. അവർക്ക് അതിനുള്ള സോഴ്സ് ഉണ്ട്. അങ്ങനെ കിട്ടിയതാണ്. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതാ പിടിച്ചോ, മുഖ്യമന്ത്രി പോകുന്നു, ഇന്ന ദിവസങ്ങളിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നു, ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ജനത്തോട് പറയാതെയാണ് പോയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തേക്ക്. 1-2 ദിവസമല്ല, 16 ദിവസത്തേക്ക്. പുത്തരിക്കണ്ടം മൈതാനത്തില് യോഗം വിളിച്ചു. അങ്ങനെയൊന്നും അല്ല ആയോ, അങ്ങനെയൊന്നും അല്ല ബിജു, അങ്ങനെയൊന്നും അല്ല ബിജു. പുത്തരിക്കണ്ടം മൈതാനത്ത് പോയെന്ന് പറയാനൊന്നും അല്ല പറഞ്ഞത്. അല്ലല്ല, അങ്ങനെയൊന്നും അല്ല. അല്ലല്ല, ഇത് കൃത്യമായിട്ട് അല്ലല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിദേശത്ത് പോവുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. അറിഞ്ഞേ പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ സാർ, മഞ്ജുഷേ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ആ ഒരു അവസരം എനിക്കും തരണം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച നടത്തിയപ്പോൾ എം.കെ. ഹരിദാസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് കുടിവെള്ള പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റി പ്രശ്നമുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി സാർ, ഇവിടെ എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റിയ ആമ്പുള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നേ, ഞങ്ങളുടെ മന്ത്രിമാര്. ഇവിടെ വൈദ്യുതി പ്രശ്നമുണ്ട്, പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, ട്രഷറികൾ അടച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിവെള്ള പ്രശ്നമുണ്ട്. എവിടെയാണ് കുടിവെള്ള പ്രശ്നമുള്ളത്? പരിഹരിക്കാത്തത് എവിടെ? ഷാബു പ്രസാദ് നാട്ടിൽ അല്ലെങ്കിൽ ഹരിദാസിന്റെ നാട്ടിൽ കുടിവെള്ള പ്രശ്നമുള്ളത് കൊണ്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു തരൂ, ഞങ്ങൾ പരിഹരിക്കാം. പിന്നെ ചുമ്മാ വീൺവാക്ക് പറയാതെ, വെറുതെ പറയാതെ ശ്രീ ആയൂർ ബിജു, അതൊന്നും അല്ലവിടെ ചർച്ചാ വിഷയം. അതൊന്നും അല്ല ചർച്ചാ വിഷയം. വിദേശത്ത് പോവുകയാണെങ്കിൽ ആരെയൊക്കെ കണ്ടു എന്നുള്ള കാര്യം പോലും ജനങ്ങൾ അറിയണം.